ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടണൽ റോഡ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്നു. ഈ ടണൽ റോഡിന്റെ നീളം എത്രയാണെന്ന് അറിയുമോ? ഏകദേശം 195 കിലോമീറ്റർ നീളമുള്ള ടണൽ റോഡ്. ഇത് നിർമ്മിക്കുന്നത് സിംഗപ്പൂരിലെ ടണൽ നെറ്റ്വർക്കുകളുടെ മാതൃകയിലാണ്. പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന് ഏകദേശം 22,000 കോടി രൂപയുടെ ചിലവുണ്ടാകും. അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് എത്ര വലിയ പ്രൊജക്റ്റ് ആണ് എന്നുള്ളത്. 1 കിലോമീറ്റർ ടണൽ നിർമ്മിക്കാൻ ഏകദേശം 450 കോടി രൂപ വേണ്ടിവരും. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഗ്ലോബൽ ട്രാഫിക് കൺജഷൻ റാങ്കിങ്ങിൽ 6ാം സ്ഥാനമാണ് ഇന്ത്യൻ നഗരമായ ബാംഗ്ലൂരു. ട്രാഫിക് പ്രശ്നം ഒഴിച്ചു നിർത്തിയാൽ ജോലിക്കും ബിസിനസിനും ജീവിക്കാനും എന്തുകൊണ്ടും പറ്റിയ നഗരമാണ് ബാംഗ്ലൂർ. നഗരത്തിലെ ട്രാഫിക് തിരക്കിന് പല കാരണങ്ങളാണ് പറയുന്നത്. വൻതോതിൽ ജനസംഖ്യ വളർന്നതും അതിനനുസരിച്ച് വാഹനങ്ങൾ പെരുകിയതും ഒരു പ്രധാന കാരണം തന്നെയാണ്. നഗരവൽക്കരണം അതിവേഗത്തിൽ നടന്നെങ്കിലും റോഡുകളുടെ വീതി പഴയപടി തന്നെയാണ്. നഗരാസൂത്രണത്തിലെ പിഴവുകൾ മറ്റൊരു കാരണവുമാണ്. ലാഭകേന്ദ്രിതമായ പൊതുഗതാഗത സംവിധാനത്തെ വിശ്വസിക്കാനാകാത്തതിനാൽ ജനങ്ങൾ സ്വന്തം വാഹനമെടുത്ത് പുറത്തിറങ്ങൂ എന്നതാണ് മറ്റൊരു പ്രശ്നം. ഈ അടുത്ത കാലത്തായി മെട്രോ സംവിധാനവും ബാംഗ്ലൂരിൽ എത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും ട്രാഫിക് പ്രശ്നത്തെ പരിഹരിക്കുന്നതിൽ വിജയിച്ചിട്ടില്ല. ബാംഗ്ലൂരുവിന്റെ ട്രാഫിക് പ്രശ്നങ്ങൾക്ക് നിരവധി പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ സജീവ പരിഗണനയിലുള്ളത് ഒന്നാണ് 195 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഒരു ടണൽ റോഡ് നിർമ്മിക്കുക എന്നത്. കഴിഞ്ഞ ദിവസം കർണാടക ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് കർണാടക നിയമസഭയെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പദ്ധതിയുടെ സാധ്യത പഠന റിപ്പോർട്ടും തയ്യാറായി വരികയാണ്. 4 വരിയോ 6 വരിയോ പാതയാകാം ഇത്. ഈ പദ്ധതിയെ പറ്റി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി സംസാരിക്കുകയും ഉണ്ടായി. അനുകൂല സമീപനമാണ് കേന്ദ്രത്തിന്റെ സൈഡിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. ഈ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ അത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ടണൽ നെറ്റ്വർക്ക് ആയിരിക്കും. സിംഗപ്പൂരിലെ ടണൽ നെറ്റ്വർക്കുകളാണ് ഇതിന് മാതൃകയായി എടുക്കുന്നത്. പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന് 22,000 കോടി രൂപയുടെ ചെലവുണ്ടാകുമെന്നാണ് സർക്കാർ അനുമാനിക്കുന്നത്. ഓരോ കിലോമീറ്റർ ടണൽ നിർമ്മിക്കാൻ 450 കോടി രൂപ വീതം വേണ്ടിവരും. ആദ്യത്തെ കോറിഡോർ വടക്ക് നിന്നും തെക്കോട്ടായിരിക്കും. രണ്ടാമത്തേത് കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കും. ഈ കോറിഡോറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന 3 കോറിഡോറുകൾ വേറെയും ഉണ്ടാകും. ഇപ്പോൾ ഔട്ടർ റിംഗ് റോഡിന് പുറത്തായി പണിയുന്ന പെരിഫറൽ റിംഗ് റോഡിന്റെ ജോലികളും നടന്നു വരികയാണ്. ഈ റോഡ് നഗരത്തിലെ തിരക്കുകൾ വലിയൊരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ഇതുകൂടാതെ മറ്റൊരു റോഡിന്റെ ജോലികൾ കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് സാറ്റലൈറ്റ് റിംഗ് റോഡ്. ബാംഗ്ലൂരുവിന്റെ ഉപഗ്രഹ നഗരങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് ചുറ്റുമായി മറ്റൊരു റിംഗ് റോഡ് കൂടി വരും. സാറ്റലൈറ്റ് റിംഗ് റോഡ് എന്നാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത്. 288 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 17,000 കോടി രൂപ ചെലവിൽ ഈ റോഡ് കൂടി പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ ട്രാഫിക് പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ് ഗഡ്കരി പറയുന്നത്. എന്നാൽ അതേസമയം ഈ പദ്ധതി പ്രായോഗികമല്ലെന്നും പൊതുഗതാഗതം ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതെന്നും അഭിപ്രായപ്പെടുന്ന ചില സാമൂഹ്യ പ്രവർത്തകരുമുണ്ട്. സിംഗപ്പൂരിൽ പറയാൻ മാത്രം ടണൽ റോഡുകൾ ഇല്ലെന്നും അത് മാതൃകയാക്കാൻ കഴിയില്ലെന്നുമാണ് ഇവർ പറയുന്നത്. ഈ പദ്ധതി നഗരത്തിന് സമ്മാനിക്കുക ദുരിതമായിരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ അഭിപ്രായ പ്രകാരം അണ്ടർഗ്രൗണ്ടിലൂടെ വരേണ്ടത് മെട്രോ സർവീസ് ആണ്. അതായത് റോഡിലൂടെ വാഹനങ്ങളിൽ കൊണ്ടുപോകാൻ കഴിയുന്നതിന് കൂടുതൽ ആളുകളെ കൊണ്ടുപോകാൻ മെട്രോയ്ക്ക് സാധിക്കും. അതുകൂടാതെ ഹെവി വാഹനങ്ങൾക്ക് ഈ ടണൽ റോഡിലൂടെ പോകാൻ കഴിയില്ലെന്ന പ്രശ്നവും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ട്രാഫിക് പ്രശ്നം ഉണ്ടാക്കുന്നതിൽ ഇത്തരം വാഹനങ്ങളാണ് മുമ്പിൽ. എന്നാൽ ജനങ്ങൾ കാറുകളും ബൈക്കുമെല്ലാം ഉപേക്ഷിച്ച് മെട്രോയിലേക്ക് കയറുമോ എന്ന ചോദ്യം വേറെയുമുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു റോഡ് എത്തുമോ എന്നതും ഇത് ബാംഗ്ലൂരിലെ ട്രാഫിക്കിന് പരിഹാരമാകുമോ എന്നതും നമുക്ക് കാത്തിരുന്ന് കാണാം.